ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിൽ മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് മലപ്പുറം കിഴിശ്ശേരിയിൽ ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കി. മുണ്ടംപറമ്പ് സ്വദേശിയായ ഷൌക്കത്താണ് മരിച്ചത്. പോരാട്ടം മടുത്തോ മടക്ക്. കഴിഞ്ഞ 9 മാസമായി ഏജന്റ് വഴിയല്ലാതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി നേരിട്ട് MVDയെ സമീപിച്ചതിലെ വൈരാഗ്യം മൂലം ഉദ്യോഗസ്ഥർ നിരന്തരം ഫിറ്റ്നസ് നിഷേധിച്ചുവെന്നും തന്റെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി കൊണ്ടോട്ടിയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്നും ഷൌക്കത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ജീവനൊടുക്കുകയും ചെയ്തത്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, ഏറെ അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. വലിയ പോരാട്ടം നടത്തി നീതിക്കായി കയറി ഇറങ്ങി, പക്ഷേ സംവിധാനങ്ങൾ ആ രീതിയിൽ അദ്ദേഹത്തെ തുണച്ചില്ല. അതിന് പിന്നാലെ ജീവനൊടുക്കി. ഒരുപാട് പ്രതിഷേധമൊക്കെ അവിടെ ഉണ്ടാവുകയൊക്കെ ചെയ്തു ഇക്കാര്യത്തിൽ ഓട്ടോ ഡ്രൈവർമാരുടെ അടക്കം ഭാഗത്തു നിന്നും. ഇതിൽ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? നിലവിലെ അവിടുത്തെ സാഹചര്യം, ഈ പ്രതിഷേധമൊക്കെ എങ്ങനെയാണ്? ഇതിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്? സ്വാതി, ഏറെ ദാരുണമാണ് ആ യുവാവിൻ്റെ മരണം എന്ന് തന്നെ, അല്ലെങ്കിൽ ജീവനൊടുക്കിയത് തന്നെ പറയാൻ കഴിയും. കാരണം ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിത മാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഈ ഷൌക്കത്ത്. ഏറെ കാലമായി അരീക്കോടും പരിസര പ്രദേശങ്ങളിലും ഓട്ടോ ഓടിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് 5 വർഷം മുമ്പാണ് ഈ ഓട്ടോറിക്ഷ വാങ്ങുന്നത്. 5 വർഷം മുമ്പ് പുതിയ ഓട്ടോറിക്ഷ വാങ്ങി. തുടർന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ അതിന് ഫിറ്റ്നസ് ടെസ്റ്റ് ആവശ്യം വന്നു. ആ ഫിറ്റ്നസ് ടെസ്റ്റിന് സാധാരണ പോലെ ബന്ധപ്പെട്ടപ്പോൾ ചില ഏജന്റുമാർ വഴിയാണ് അത് ബന്ധപ്പെട്ടത്. ഏജന്റിന് 2000 രൂപ കൊടുത്ത് അതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കുകയും ചെയ്തു. പിന്നീട് തുടർന്ന് ഇങ്ങോട്ട് ഇത് പണം നൽകാതെ തന്നെ നേരിട്ട് നൽകണം. അതായത് ഒരു ഉപഭോക്താവിനെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് ലഭിക്കേണ്ട സർക്കാർ സേവനത്തിന് ഇത്രയധികം പണം നൽകുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ചോദിച്ചു തന്നെയായിരുന്നു അദ്ദേഹം സ്വന്തമായി അപേക്ഷ നൽകിയത്. പക്ഷേ ആ അപേക്ഷയാണ് പൂർണ്ണമായി നിരസിച്ചത്. ഓട്ടോറിക്ഷയുടെ പല കാരണങ്ങൾ പറഞ്ഞ് ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസ് നൽകാതിരിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ. അത് കൊണ്ടോട്ടി ജോയിന്റ് RTO ഓഫീസിലാണ് ഫിറ്റ്നസ് ടെസ്റ്റിന് വേണ്ടി ഇദ്ദേഹം പോയിരുന്നത്. അവിടെ ആദ്യം പോകുമ്പോൾ ഓട്ടോറിക്ഷയുടെ പെയിന്റിന് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മടക്കി. പിന്നീട് ആ പ്രശ്നം പരിഹരിച്ച് വീണ്ടും വന്നപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് 2 വശങ്ങളിലും സ്റ്റീലിന്റെ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഇത് പാടില്ല, ഇത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവ മുടക്കുകയായിരുന്നു. അങ്ങനെ നിരന്തരം ഈ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ഫിറ്റ്നസ് ലഭിക്കാത്തത് കാരണം ഓട്ടോ ഓടിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 9 മാസമായി അദ്ദേഹത്തിന് ഓട്ടോ ഓടിക്കാൻ കഴിയില്ല. ഈ ഓട്ടോ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു പുതിയ വീട് നിർമ്മിക്കുന്നുണ്ട്. ആ വീട് നിർമ്മാണത്തിന്റെ പ്രവൃത്തിയെല്ലാം പാതി വഴിയിലാണ്. അതിനിടയിലാണ് ഇത്തരം ഒരു ഓട്ടോ ഓടിക്കാൻ പറ്റാത്ത സാഹചര്യവും. ഈ ഓട്ടോ വാങ്ങിയതിന്റെ ഫൈനാൻസ് ബാധ്യതയുണ്ട്, അതായത് സാമ്പത്തിക ബാധ്യതയുണ്ട്. ആ സാമ്പത്തിക ബാധ്യത തീർക്കണമെങ്കിൽ ഓട്ടോ ഓടിക്കണം. അതിന് അദ്ദേഹത്തിന് കഴിയുന്നില്ല. അതിന്റെ EMI തെറ്റുന്നു. അങ്ങനെ നിരന്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആയതോടുകൂടി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹം ജീവനൊടുക്കിയത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം വിശദമായി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ 2 ദിവസമായി കുറിക്കുന്നുണ്ട്. ഇന്നാണ് അദ്ദേഹം ജീവനൊടുക്കുന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് എഴുതുകയും ചെയ്തത്. അതിനകത്തെല്ലാം വ്യക്തമായി പറയുന്നു, ഓരോ സമയത്തും എന്താണ് ഈ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളതിന്റെ വീഡിയോ അടക്കം അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കൊണ്ടോട്ടിയിലെ ജോയിന്റ് RTO ഓഫീസിലെ ഫിറ്റ്നസിന് ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഈ സ്റ്റീൽ പൈപ്പുകൾ മാറ്റണമെന്ന് പറയുന്നതിന്റെ വീഡിയോ അദ്ദേഹത്തിന്, അതായത് എല്ലാ തെളിവുകളും അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. അങ്ങനെ ഒരു ഓട്ടോ ഡ്രൈവർക്ക് ജീവിച്ചു പോകാൻ വഴി ഒരുക്കേണ്ട അല്ലെങ്കിൽ സർക്കാർ സംവിധാനം പരിപൂർണമായും അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഒരു യുവാവിന്റെ മരണത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതൊരു സാധാരണക്കാരനായ ഒരു ഓട്ടോ തൊഴിലാളിയാണ്. ആ ഓട്ടോ തൊഴിലാളിക്ക് ജീവൻ നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ളത് മോട്ടോർ വാഹന വകുപ്പിന്റെ പിടിപ്പുകേട് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ശാന്തകുമാർ, അത് തന്നെയാണ്. ഒരു സാധാരണക്കാരനായിട്ടുള്ള യുവാവിന്റെ ജീവനാണ് നഷ്ടമായത്. ഒരു സംവിധാനത്തിന്റെ പിടിപ്പുകേട്, ആ ഗുരുതരമായിട്ടുള്ള ആരോപണം ഫേസ്ബുക്കിൽ കുറിപ്പായി പങ്കുവെച്ചുകൊണ്ടാണ് ആ ജീവൻ ഒടുക്കുന്നത്. എന്താണ് ഇത് ഇങ്ങനെ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി ഇനി മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്.